നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി ആകെ 41 ദിവസങ്ങളേ ഉള്ളൂ. എന്തൊരു ഉഷാറില്ലാത്തത്. മൊത്തത്തിൽ എവിടെയൊക്കെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഫുട്ബോൾ ലോകത്തുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഖത്തർ 2022 എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ക്യാമ്പയിനായിരുന്നു. അവിടുത്തെ അവിടുത്തെ രാജ്യവും ഫിഫ ഒക്കെ വലിയ രൂപത്തിൽ അതിൻ്റെ ക്യാമ്പയിൻ നടത്തി. പക്ഷേ USA, മെക്സിക്കോ, കാനഡ 2026 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനൊന്നും ഈ 41 ദിവസം മാത്രം അകലെ നിൽക്കുമ്പോൾ പോലും വലിയ രൂപത്തിൽ കാണുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നാളെ മുതൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ വേൾഡ് കപ്പ് സ്പെഷ്യൽ റോഡ് ടു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സീരീസ് ആരംഭിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാകണം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് വീഡിയോ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ കാര്യങ്ങൾ വിശദമായിട്ടുണ്ടാകും. വേൾഡ് കപ്പിന് മാത്രമായിട്ട് നമ്മളത് ഇനി ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഏതായാലും ആ ഒരു ആവേശക്കുറവ് എവിടെയൊക്കെ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്നാൽ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. വേൾഡ് കപ്പ് കളിക്കാൻ, കന്നി വേൾഡ് കപ്പ് കളിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന താരങ്ങൾക്ക് അത്തരത്തിലുള്ളൊരാളാണ് അർജൻറ്റീനയുടെ മാർക്കോസ് സെൻസി. അദ്ദേഹം പറയുന്നു, എൻ്റെ കുഞ്ഞുനാളിലെ സ്വപ്നമാണ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും വലിയ സന്തോഷമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കോസ് സെൻസി ബേൺമൗത്തിൻ്റെ താരമാണ്. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. റേഡിയോ ലാ റെഡിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും വേൾഡ് കപ്പിനെ കുറിച്ച് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമാണത്. ഞാൻ ബോൾ എടുത്ത് കളിക്കാൻ തുടങ്ങിയ നാൾ മുതൽ വേൾഡ് കപ്പ് കളിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എനിക്കറിയാം ഞാനിപ്പോൾ ആ സ്വപ്നത്തിന് തൊട്ടരികിലാണെന്ന്. അത് നടത്തിയെടുക്കാൻ പറ്റിയാൽ വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ അർജൻറ്റീൻ ദേശീയ ടീമിലെ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ദേശീയ ടീമിലെ മറ്റ് താരങ്ങളുടെ കാലിബർ എന്താണ് എന്നുള്ളത്, എന്താണ് ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അവരോടൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കും സ്കലോനി എന്നിപ്പോൾ നമ്മൾ കരുതുകയാണ്. ഏതായാലും ലിയോ മെസ്സിക്കൊപ്പം ദേശീയ ടീമിൽ കളിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും അത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഡേ ടു ഡേ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ കാണാൻ പറ്റുക, അതൊരു പ്രിവിലേജാണ്. ഇപ്പോൾ എനിക്ക് വേൾഡ് കപ്പിന് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് നൽകാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ കരുതുകയാണ്. അത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണോ അല്ലയോ എന്നുള്ളതല്ല, അവിടെ മികച്ച പ്രകടനം അദ്ദേഹത്തോടൊപ്പം നടത്തണം. എല്ലാ തവണയും ദേശീയ ടീമിൽ കളിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ബേൺമൗത്തിൽ എൻ്റെ ടീംമേറ്റ്സ് എന്നോട് പറയും, മെസ്സിയുടെ ഒരു ജേഴ്സി കൊണ്ടു തരുമെന്ന്. എവിടെ? എനിക്ക് പോലും ഇതുവരെ മെസ്സിയുടെ ഒരു ജേഴ്സി വാങ്ങാൻ പറ്റിയിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോ മെസ്സിയുടെ ഒരു ഷർട്ട് കിട്ടുക എന്നുള്ളത് വലിയ പ്രിവിലേജാണ്. പക്ഷേ അതെനിക്ക് വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോഴും സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് വലിയ റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് ഇതുവരെ ഷർട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഷർട്ട് കിട്ടുന്നൊരു മൊമെൻ്റ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ കരുതുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അർജൻറ്റീൻ കോച്ച് ലയണൽ സ്കലോനിയെയും സ്കലോനിയുടെ കോച്ചിങ് ടീമിനെയും ഒക്കെ നന്നായി പുകഴ്ത്തുന്നുണ്ട് മാർക്കോസ് സെൻസി. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും സ്റ്റാഫിനെക്കുറിച്ചും സ്കലോനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സോ ഓരോ മൊമെൻറ്റുകളിലും നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും യു ഹാവ് ദാറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും അത് തന്നെയാണ് എന്നുകൂടി മാർക്കോസ് സെൻസി പറയുന്നു. കാത്തിരിക്കാം അർജൻറ്റീൻ സ്ക്വാഡ് ഇപ്പോൾ മെയ് അവസാനം പ്രഖ്യാപിക്കുമ്പോൾ സെൻസി സ്ക്വാഡിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിൻ്റെ സ്വപ്നം, കുഞ്ഞുനാളിലെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.